നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. നവരാത്രിയുടെ ഭാഗമായി ദുർഗാഷ്ടമി ആഘോഷം. സംസ്ഥാനത്ത് പുസ്തകങ്ങൾ പൂജ വെച്ചു. ബുധനാഴ്ചയാണ് ആയുധപൂജ, വ്യാഴാഴ്ച വിദ്യാരംഭം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. ഒരു പവൻ സ്വർണത്തിന്റെ വില 86,760 രൂപ, പവന് 1,040 രൂപ വർദ്ധിച്ചു. ഗ്രാമിന്റെ വില 10,845 രൂപയായി. അഷ്ടമുടിക്കായൽ തീര സംരക്ഷണം. പേരയത്ത് കണ്ടൽവനം പദ്ധതിക്ക് തുടക്കം. ഗ്രാമപഞ്ചായത്തും ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കല്ലട ജലോത്സവം ഒക്ടോബർ 3-ന്. സാംസ്കാരിക ഘോഷയാത്ര ഒക്ടോബർ 2-ന്. കേരളത്തിലെ പ്രഗത്ഭ ചുണ്ടൻ വള്ളങ്ങൾ ജലമേളയിൽ പങ്കെടുക്കും. വിശദമായ വാർത്തകളിലേക്ക്. നവരാത്രിയുടെ ഭാഗമായ ദുർഗാഷ്ടമി ആഘോഷം. സംസ്ഥാനത്ത് പുസ്തകങ്ങൾ പൂജ വെച്ചു. ബുധനാഴ്ചയാണ് ആയുധപൂജ, വ്യാഴാഴ്ച വിദ്യാരംഭത്തോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകും. ദേവി ഉപാസനയുടെ പൂർണ്ണതയിലെത്തുന്ന ദുർഗാഷ്ടമിയാണ് ചൊവ്വാഴ്ച. തിങ്കളാഴ്ച വൈകുന്നേരത്ത് സംസ്ഥാനത്ത് പൂജവെപ്പ് ചടങ്ങുകൾ നടന്നു. ക്ഷേത്രങ്ങളിലും വിദ്യാകേന്ദ്രങ്ങളിലുമായിരുന്നു പൂജവെപ്പ് ചടങ്ങുകൾ നടന്നത്. ദുർഗാക്ഷേത്രങ്ങളിലും സരസ്വതി ക്ഷേത്രങ്ങളിലും പ്രധാന ചടങ്ങുകൾ നടന്നു. നവരാത്രിയിലെ പ്രധാന ദിവസമായ മഹാനവമി ബുധനാഴ്ചയാണ്. വ്യാഴാഴ്ച രാവിലെ പൂജയെടുപ്പിന് ശേഷം വിദ്യാരംഭം ആരംഭിക്കും. എല്ലായിടത്തും കുട്ടികളെ എഴുത്തിനിരുത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വീടുകളിലും ക്ഷേത്രങ്ങളിലും പൂജ വയ്ക്കുന്നതിന് പുറമെ കച്ചവട സ്ഥാപനങ്ങൾ, തൊഴിൽ കേന്ദ്രങ്ങൾ, ഗ്രന്ഥശാലകൾ എന്നിവിടങ്ങളിൽ ആയുധപൂജയും നടക്കും. പണിയായുധങ്ങൾ, വാഹനങ്ങൾ എന്നിവയും പൂജിക്കാറുണ്ട്. അക്ഷരമെഴുത്തിന് തുടക്കം കുറിക്കുന്നതിനൊപ്പം സംഗീതം, കലകൾ, ചിത്രരചന എന്നിവയ്ക്കും വിജയദശമി ദിനത്തിൽ തുടക്കമാകും. മഹാനവമി ദിവസമാണ് ആയുധപൂജ. നവദുർഗമാരിൽ 9ാമത്തെ ഭാവമായ സിദ്ധിദാത്രിയെയാണ് ഭജിക്കുന്നത്. ഈ ദിവസം ആചാരാനുഷ്ഠാനങ്ങളുടെയും സമ്പൂർണ്ണ ഭക്തിയുടെയും സഹായത്തോടെ ആത്മീയ പരിശീലനം നടത്തുന്ന ഭക്തൻ എല്ലാ നേട്ടങ്ങളും കൈവരിക്കുമെന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സ്വകാര്യ ചാനൽ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ BJPയുടെ വക്താവിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി. ശാസ്താംകോട്ട ഭരണിക്കാവിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ BJP വക്താവിനെതിരെ കേസെടുക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തിയത്. കോൺഗ്രസ് ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഭരണിക്കാവ് മണക്കാട്ടുമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഭരണിക്കാവിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ യോഗം KPCC സെക്രട്ടറി P. ജെർമിയാസ് ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഏറ്റവും അപകടകരമായ ഒരു പ്രസ്താവനയാണ് പ്രഭു മഹാദേവിന്റെ നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യം ഏറ്റവും അധികം, ഇന്ന് നമ്മുടെ രാജ്യം ഏറ്റവും അധികം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ജനനേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട വീഴുമെന്നുള്ള ഏറ്റവും ധിക്കാരപരമായ ഒരു ഭീകരവാദിയുടെ നാവിൽ നിന്ന് വീഴുന്ന പ്രസ്താവനയാണ് ഉണ്ടായിരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് Y. ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. ഗോകുലമനിൽ, തുണ്ടിൽ നൌഷാദ്, വർഗീസ് തരകൻ, PM സെയ്ത, MY നിസാർ, കടപുഴ മാധവൻപിള്ള, ഗോപൻ പെരുവേലിക്കര, വിനോദ് വില്യത്ത്, R. അരവിന്ദാക്ഷൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയ BJP നേതാവിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പത്തനാപുരം നെടുമ്പറമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനം കല്ലുംകടവിൽ എത്തി പത്തനാപുരം ടൗണിൽ അവസാനിച്ചു. ചാനൽ ചർച്ചയിൽ വന്നിരുന്ന്
പറഞ്ഞില്ലേ? രാഹുലാരെന്നറിയാമോ? രാഹുലാരെന്നറിയാമോ? ഇന്ത്യ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കൊലപ്പെടുത്തുമെന്ന് ചാനൽ ചർച്ചയിൽ പറഞ്ഞ BJP വക്താവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത്. പത്തനാപുരത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി. നെടുമ്പറമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനം കല്ലുംകടവിലെത്തി പത്തനാപുരം ടൗണിൽ സമാപിച്ചു. ധർണ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. മഹാദേവപുര എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ 1,10,000 വോട്ട് കിട്ടിയ BJP സ്ഥാനാർത്ഥി 6 അസംബ്ലി മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കിട്ടിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 10,000 വോട്ടിന് ജയിച്ചിരിക്കുന്നു. അത് പരിശോധിച്ചപ്പോഴും അവിടെയും കൃത്രിമം നടന്നിരിക്കുന്നു, അവിടെയും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിരിക്കുന്നത് വ്യക്തമായി മനസ്സിലായി. അങ്ങനെ UP-യിൽ പോലും നരേന്ദ്രമോദി വിജയിച്ച വാരണാസിയിൽ പോലും വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ BJP എവിടെയൊക്കെ ജയിക്കുന്നുവോ അവിടെ അസംബ്ലിയിലായിരുന്നാലും പാർലമെന്റിലായിരുന്നാലും അത് നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അല്ല, മറിച്ച് നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ, ആ ഇലക്ഷൻ കമ്മീഷനിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ അത് ബഹുഭൂരിപക്ഷം ഗുജറാത്തുകാരാണ്. ഗുജറാത്തിലെ IAS ഉദ്യോഗസ്ഥന്മാരാണ്. നരേന്ദ്രമോദിയുടെ നമശിവായം ഉദ്യോഗസ്ഥന്മാരാണ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടിരുത്തുന്നത്. ആ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടിരുത്തുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളും BJP പറയുന്നതനുസരിച്ച് മോഡിയുടെയും അമിത്ഷായുടെ ഇംഗിതത്തിനനുസരിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന നമ്മുടെ രാജ്യം, നമുക്കറിയാം, നമ്മൾ എത്രയോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു, രാജീവ് ഗാന്ധി പരാജയപ്പെട്ടു. നമ്മൾ അധികാരത്തിൽ ഇന്ന് പുറത്താണ്, പക്ഷേ നമ്മളൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ല. പത്തനാപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധീർ മലയിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇതിനോടകം കേരള ജനത അറിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ഇന്ത്യയുടെ വളരെ ജനകീയനായ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി മാറി ഈ രാജ്യത്തുടനീളം സാധാരണക്കാർക്കൊപ്പം നിന്നുകൊണ്ടൊരു സ്നേഹത്തിൻ്റെ വെള്ളരിപ്രാവായി ഈ രാജ്യത്തുടനീളം സഞ്ചരിച്ച് സാധാരണക്കാർക്കൊപ്പം സഞ്ചരിച്ച് നീങ്ങുന്ന മതേതരത്വത്തിൻ്റെ രാജകുമാരൻ, ജനാധിപത്യത്തിൻ്റെ കാവലാളായ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തെ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് പരസ്യമായി വധിക്കും, വെടിയുണ്ടകൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് പുലമ്പുന്ന RSS സംഘപരിവാർ സംഘടനകളുടെ കൊലവിളിയാണ് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിലൂടെ ഇന്ത്യ ജനത കണ്ടത്. ഇതിന് ഒരു പ്രതിപക്ഷ നേതാവിനെ വധിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും കൊലവിളി പ്രസംഗം നടത്തിയിട്ടും പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാതെ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇവിടുത്തെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും BJP-യുടെയും RSS-ന്റെയും ചെരുപ്പ് നക്കികളായി ഓച്ചാനിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഷെയ്ഖ് പരീദ, പള്ളിത്തോപ്പിൽ ഷിബു, ഷെയ്ഖ് നവാസ് ഖാൻ, PA ഷാജഹാൻ, പൊന്നമ്മ ജയൻ, ഷീജ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ ഒരു രോമത്തിൽ പോലും തൊടാൻ BJP-ക്കോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കോ കഴിയില്ല എന്ന് ഉറക്ക സ്വരത്തിൽ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിശക്തമായി ഞങ്ങൾ പ്രതികരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംരക്ഷിച്ചുകൊണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവിനെ കൊണ്ട് തൊടാൻ പോലും BJP-ക്കോ അല്ലെങ്കിൽ RSS-നോ കഴിയില്ല. സംരക്ഷിക്കണം പിണറായി, മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഞങ്ങളുടെ ഓമന നേതാവാണ്. ഇന്ത്യ എന്നൊരു രാജ്യത്തിന്റെ പ്രതീക്ഷയുള്ളൊരു പ്രതിപക്ഷത്തിൻ നേതാവാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. 1 പവൻ സ്വർണത്തിന്റെ വില 85,000 കടന്നു. ചൊവ്വാഴ്ചത്തെ വില 86,760 രൂപയാണ്. പവന് 1,040 രൂപയാണ് വർദ്ധിച്ചത്. ഗ്രാമിന്റെ വില 10,845 രൂപയായി.
സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവാണുണ്ടായത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 86,760 രൂപയായി. പവന് 1040 രൂപയാണ് വർദ്ധിച്ചത്. വെള്ളിയുടെ വിലയിലും വലിയ കുതിപ്പാണ് ഉണ്ടായത്. ഡോളറിന്റെ ബലഹീനതയും നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷകളുമാണ് സ്വർണ്ണവിലയെ പുതിയ ഉയരത്തിൽ എത്തിച്ചിരിക്കുന്നത്. MCX-ൽ ഒരു ടൺ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തി. ഒക്ടോബറിൽ ഫെഡ് റിട്ടേൺ കുറയ്ക്കാനുള്ള 90% സാധ്യതയും ഡിസംബറിൽ മറ്റൊരു റിട്ടേൺ കുറയ്ക്കാനുള്ള 65% സാധ്യതയുമാണ് വിപണിയിൽ ഇപ്പോൾ വില നിശ്ചയിക്കുന്നത്. MCX ഗോൾഡ് ഡിസംബർ ഫ്യൂച്ചറുകൾ 10 ഗ്രാമിന് 1,15,590 രൂപ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയപ്പോൾ MCX സിൽവർ ഡിസംബർ ഫ്യൂച്ചറുകൾ കിലോയ്ക്ക് 1,43,637 രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തി. 1 ഗ്രാം സ്വർണത്തിന് ചൊവ്വാഴ്ച 85 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് 10,670 എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കായി. 1 ഗ്രാം സ്വർണത്തിന് 11,000 എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ ഇനി 330 രൂപയുടെ കുറവ് മാത്രമാണുള്ളത്. 8 ഗ്രാമാണ് ഒരു പവനായി കണക്കാക്കുന്നത്. 22 കാരറ്റിന്റെ ഒരു പവൻ സ്വർണത്തിന് ചൊവ്വാഴ്ച 85,360 രൂപയാണ് വില. കഴിഞ്ഞ ദിവസം 84,680 രൂപയായിരുന്നു പവൻ വില. ഇതാണ് 680 രൂപ വർദ്ധിച്ച് 85,000 എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടത്. ഡോളറിന്റെ ദുർബലതയും US ഫെഡറൽ റിസർവ് ഈ വർഷം പലിശ നിരക്കുകൾ കൂടുതൽ കുറയ്ക്കുമെന്ന പ്രതീക്ഷകളും വർദ്ധിച്ചു വരുന്നതിനാൽ അന്താരാഷ്ട്ര സ്വർണ്ണവില ഇനിയും വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. പടിഞ്ഞാറേക്കല്ലട പാട്ടമ്പലം കടവിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. കല്ലടയാറ്റിൽ പടിഞ്ഞാറേക്കല്ലട പാട്ടമ്പലം കടവിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. കാർപ്പിനത്തിൽപ്പെട്ട 2.5 ലക്ഷം കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. Integrated Fishery Resource Management in Inland Aquatic Ecosystem 25-26 ഭാഗമായി പൊതുജലാശയത്തിലെ മത്സ്യവിത്ത് നിക്ഷേപത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇവിടെ നമ്മുടെ ആരാധ്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ നിർവഹിക്കുന്നത്. തീർച്ചയായും എല്ലാ വർഷവും ഇവിടെ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്നുണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ വലിയ പ്രയോജനം ഈ നാട്ടിൽ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും മത്സ്യത്തിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്കും വലിയ സഹായകമായിട്ടുണ്ട് എന്ന് അനുഭവം കൊണ്ട് തന്നെ ബോധ്യപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വീരതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K സുധീർ, ഉഷാലിയും ശിവരാജൻ, അംബിക, ഫിഷറീസ് വകുപ്പ് ജീവനക്കാരായ പോൾ രാജൻ, ആര്യ, രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കേരള ഹോം ഗാർഡ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും അനുമോദനവും കുണ്ടറയിൽ നടത്തി. ആദരവ്, തിരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു. കേരള ഹോം ഗാർഡ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും അനുമോദനവുമാണ് കുണ്ടറയിൽ സംഘടിപ്പിച്ചത്. സ്കോളർഷിപ്പ് വിതരണം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ജില്ലാ ഫയർഫോഴ്സ് മേധാവി N രാംകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അജി രഘുവരൻ അധ്യക്ഷത വഹിച്ചു. കുണ്ടറ സ്റ്റേഷൻ ഫയർ ഓഫീസർ PG ദിലീപ് കുമാർ, സംസ്ഥാന പ്രസിഡന്റ് B അശോക് കുമാർ, ജില്ലാ സെക്രട്ടറി K സുരേഷ് കുമാർ, ട്രഷറർ G ആൽഡ്രിൻ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം വാമദേവൻ പിള്ള, ചന്ദ്രൻ പിള്ള, സബ് ഡിവിഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് ആദരവും നടത്തി. ജില്ലാ പ്രസിഡന്റായി അജി രഘുവരനെയും K സുരേഷ് കുമാറിനെ ജില്ലാ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അഷ്ടമുടിക്കായൽ തീരസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പേരയത്ത് കണ്ടൽവനം പദ്ധതിക്ക് തുടക്കം. ഗ്രാമപഞ്ചായത്തും ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ടൽവനം പദ്ധതി നടപ്പാക്കുന്നത്. അഷ്ടമുടിക്കായൽ തീരസംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് പേരയം ഗ്രാമപഞ്ചായത്ത് കണ്ടൽവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഗ്രാമപഞ്ചായത്തും ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ടൽവനം പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ പേരയം പഞ്ചായത്ത് തല ഉദ്ഘാടനം പടപ്പക്കര നെല്ലിമുക്കം കായൽ തീരത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. അരുൺ അലക്സ്, B സ്റ്റാഫോർഡ്, N ഷേർലി, വിനോദ് പാപ്പച്ചൻ, വത്സ ഗോഡ്വിൻ, ബിന്നി മറിയം മാത്യു, സുമേഷ്, നവീൻ, സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കുന്നത്തൂർ മേഖലയിലെ JCB, ഹിറ്റാച്ചി, ക്രെയിൻ വാഹനങ്ങൾ 30-ന് പണിമുടക്കും. ബോധവൽക്കരണ റാലിയും സംഘടിപ്പിക്കും.
നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പണിമുടക്കി ബോധവൽക്കരണ റാലി നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ വാടകയാണ് ഒക്ടോബർ 1 മുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. JCB, ഹിറ്റാച്ചി, ക്രെയിൻ മുതലായ വാഹനങ്ങളുടെ വാടക നിരക്കിൽ 10% മുതൽ 20% വരെ വർധനവ് വരുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ മേഖലാ ഭാരവാഹികൾ അറിയിച്ചു. സിനിമാ പറമ്പിലെ ബ്ലോക്ക് ഓഫീസിൽ വെച്ചിട്ട് അത് ഗ്രൗണ്ടിൽ JCB, ഹിറ്റാച്ചി കൂട്ടിയിട്ടുകൊണ്ട് ഞങ്ങൾ കമ്മിറ്റിയും യോഗവും ഇതായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ 10 മണിക്ക് അത് തുടങ്ങും. അതാത് മേഖലയിലുള്ള JCBകൾ പിന്നെ സിനിമാ വടക്കുള്ളത് ചക്കുള്ളി കേന്ദ്രീകരിച്ചും മൈനാഗപ്പള്ളി ശാസ്താംബരം കേന്ദ്രീകരിച്ചും റാലിയായിട്ട് സിനിമാ പറമ്പിലേക്ക് പോകുന്നതാണ്. വാടക വർധനവ് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ സംസ്ഥാനം ഒട്ടാകെയുള്ള വാഹനങ്ങൾ ജില്ലാടിസ്ഥാനത്തിൽ വാടക ക്രമീകരിച്ച് മറ്റു മേഖലകളെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ നടപ്പിലാക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ 30-ന് മേഖലയിലെ എല്ലാ JCB, ഹിറ്റാച്ചി, ക്രെയിൻ വാഹനങ്ങളും പണിമുടക്കും. തുടർന്ന് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനടുത്തുനിന്നും റേറ്റ് വർധന സംബന്ധിച്ച ജനബോധവൽക്കരണ റാലിയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ടയർ വില എല്ലാം ഡീസൽ സഹിതം ഏതാണ്ട് 10 മടങ്ങ് വർദ്ധിച്ചു. ഞങ്ങൾ ഇപ്പോഴും പഴയ വാഹനങ്ങളാണ്. ഇത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ്. ഞങ്ങളുടെ മേഖലാ കമ്മിറ്റി അതിൽ കുന്നത്തൂർ മേഖലയിൽ ഞങ്ങൾ ഈ ബാക്കിയുള്ള കോൺട്രാക്ടർമാർ സാധാരണക്കാർ ഞങ്ങളെ കൃത്യമായിട്ട് വിളിക്കുന്നവരെ ഇവരെ അറിയിക്കാൻ വേണ്ടി എല്ലാവരും പത്രത്തിൽ കൂടെ മാധ്യമങ്ങളിൽ കൂടെ ഞങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് വിഷയം. അതിനുവേണ്ടി ഞങ്ങൾ ഫസ്റ്റ് മീറ്റിംഗ് വിളിച്ചത്. റാലിയുടെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് വിഷ്ണു ജി നായർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി വിജയൻ കടക്കൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. സിഇഒയെ കുന്നത്തൂർ മേഖലാ പ്രസിഡന്റ് ശിശുപാലൻ, സെക്രട്ടറി ഷാജി, ട്രഷറർ അനീഷ് സായുജ്യം, സംസ്ഥാന കമ്മിറ്റി അംഗം ദീപു എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്ക് റേറ്റ് വർധനവുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ്. ചക്കുളിൽ നിന്ന് ആരംഭിച്ച് മരണിക്കാവ്, സിനിമാ പറമ്പ്, ശാസ്താംകോട്ട വരെയാണ് പരിപാടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നാളെ 9 മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കുകയും സംസ്ഥാന ജില്ലാ മേഖലാ ഭാരവാഹികൾ പങ്കെടുക്കുകയും ഈ പരിപാടി വൻ വിജയമാക്കുകയും നാടിൻ്റെ കൂടി ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ഫാർമസി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. പുതിയ ഫാർമസി കെട്ടിടം, ഫാർമസി ബ്ലോക്ക്, ടോക്കൺ സിസ്റ്റം എന്നിവയുടെ ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലാണ് പുതിയ ഫാർമസി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തത്. ഫാർമസി കെട്ടിടത്തിന്റെയും ഫാർമസി ബ്ലോക്കിന്റെയും ടോക്കൺ സിസ്റ്റത്തിന്റെയും ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. പൊതുജനാരോഗ്യ മേഖലയിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഏറ്റവും നല്ല സംരംഭമാണ് നമ്മുടെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ. ഇവിടെ ചികിത്സയും രോഗനിവാരണവും മാത്രമല്ല, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം കൊടുക്കുന്നതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, സാമൂഹികമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ. നീണ്ടകര ഫൗണ്ടേഷൻ ആശുപത്രിയേക്കാൾ കൂടുതൽ ഔട്ട് പേഷ്യൻസും ഇൻപേഷ്യൻസും ഉള്ള ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ ആശുപത്രിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു. ഈ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഫണ്ട് ഒരു പ്രശ്നമേ അല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു, ഫണ്ട് ഒരു വിഷയമേ അല്ല. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കമ്പനികളുടെ സാമൂഹിക ഉത്തരവാദിത്വ നിയമം അനുസരിച്ച് ഫണ്ട് ലഭ്യമാക്കാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം മേഖലകളിൽ എന്താവശ്യങ്ങൾ ഉന്നയിച്ചാലും നമുക്കിത് സാധ്യമാക്കാൻ കഴിയും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. കാലമായുള്ള എല്ലാവരുടെയും ആവശ്യമാണ്. മഴയായി കഴിഞ്ഞാൽ നമ്മുടെ ആശുപത്രിയുടെ മുമ്പിലെ ഇന്റർലോക്ക് പലപ്പോഴും വെള്ളക്കെട്ടുകളായി മാറാറുണ്ട്. ഗേറ്റിനുള്ളിലേക്ക് കടന്നു വരുന്ന പ്രദേശങ്ങളിൽ ഇന്റർലോക്ക് ഇളകി കിടക്കുന്നത് കാരണം വയോജനങ്ങളെ ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും അതിൽ തട്ടി മറിഞ്ഞു വീഴുന്ന സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA മുഖ്യപ്രഭാഷണം നടത്തി. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകിക്കൊണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നീക്കിവെച്ച വലിയ തുക, ഇത് ഈ ഭരണസമിതിയുടെ വലിയ സന്മനസ് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഭിന്നശേഷി കുട്ടികൾക്ക് സൗജന്യ മരുന്ന് നൽകുന്ന സ്കീമിലൂടെയും ഒക്കെ, അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻസിന് നൽകേണ്ട മരുന്നുകൾ, ഇങ്ങനെയുള്ളതെല്ലാം ബ്ലോക്ക് പഞ്ചായത്ത് നല്ലൊരു തുക മാറ്റിവെച്ചു. ഇത് തീരുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് വിളി വരും, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് തീർന്നു, ഉടനെ ഒന്ന് പറയാൻ പറയും. നമ്മുടെ പരിധിയിൽ വരുന്നതല്ലെങ്കിലും സത്യത്തിൽ വലിയ സന്തോഷം തോന്നി. ഒരു പൊതുപ്രവർത്തകരായി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തിയാണ്
ജനസേവനമായി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിന്റെ ഉത്തമ മാതൃകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് സോഫിയ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോസ് സുമൽരാജ്, M പ്രസന്നൻ ഉണ്ണിത്താൻ, നിഷ സുനീഷ്, പന്മന ബാലകൃഷ്ണൻ, ജിജി, R ഷീല, ഡോക്ടർ ശശി MD, കോഞ്ചേരിൽ ശംസുദ്ദീൻ, MA കബീർ, സോമൻ, സുനിൽ പൊന്മന, പന്മന സുന്ദരേശൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കല്ലട ജലോത്സവം ഒക്ടോബർ 3-ന്, സാംസ്കാരിക ഘോഷയാത്ര ഒക്ടോബർ 2-ന് നടക്കും. കേരളത്തിലെ പ്രഗത്ഭ ചുണ്ടൻ വള്ളങ്ങൾ ഇക്കുറി ജലമേളയിൽ പങ്കെടുക്കും. കല്ലട ജലോത്സവം ഒക്ടോബർ 3-ന് നടക്കും. 3-ന് ഉച്ചയ്ക്ക് 2-ന് മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾ ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മന്ത്രി സജി ചെറിയാൻ ജലമേള ഉദ്ഘാടനം ചെയ്യും. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിക്കും. NK പ്രേമചന്ദ്രൻ MP ജലഘോഷയാത്രയും PC വിശ്വനാഥ് MLA ശിക്കാർ വള്ളങ്ങളുടെ ഘോഷയാത്രയും ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP സമ്മാനദാനവും ബോണസ് വിതരണവും നിർവഹിക്കും. കേരളത്തിലെ പ്രഗത്ഭ ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ അരനൂറ്റാണ്ടിന് മുൻപ് തന്നെ 28 ഓണനാളിൽ കല്ലടയാറ്റിലെ മുതിരപ്പറമ്പ് കാരൂത്രക്കടവ് നെട്ടായത്തിൽ നടന്നു വരുന്ന കല്ലട ജലോത്സവം ഈ വർഷവും പൂർവാധികം ഭംഗിയായി മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ 16/8/2025 25/1 നമ്പർ തീരുമാനപ്രകാരം ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനപ്രകാരം ഇത് നടത്തുവാൻ തീരുമാനിച്ചവരും സസന്തോഷം അറിയിക്കുന്നു. മുൻവർഷങ്ങളിലെ പോലെ കല്ലടയിലെ 3 ഗ്രാമപഞ്ചായത്തുകളുടെ കൂട്ടായ്മയിൽ ജലോത്സവ കമ്മിറ്റി രൂപീകരിച്ചാണ് ജലമേള നടത്തുന്നത്. കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയും കർഷക ജനതയുടെ കൈക്കരുത്തിൻ്റെയൊക്കെ ഉത്സവമേളയായ കല്ലട വള്ളംകളി ഇന്ന് കേരളത്തിലേക്ക് സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ ആകർഷിച്ച് ലോക സഞ്ചാര ഭൂപടത്തിൽ പോലും സ്ഥാനം പിടിച്ചിരിക്കുന്നു. വെപ്പ് AB, ഇരുട്ടുകുത്തി AB അലങ്കാര വള്ളങ്ങളും ജലോത്സവത്തിൽ പങ്കെടുക്കും. വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്ടോബർ 1-ന് വൈകിട്ട് 5 വരെയാണ്. 12-ലധികം വള്ളങ്ങൾ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചത്. ഒക്ടോബർ 2-ന് വൈകിട്ട് 4-ന് ഇടിയക്കടവ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ സാംസ്കാരിക ഘോഷയാത്രയും നടക്കുമെന്ന് ജലോത്സവ കമ്മിറ്റി ചെയർപേഴ്സൺ മിനി സൂര്യകുമാർ, ജനറൽ കൺവീനർ സന്തോഷ് കുമാർ, സേതുനാഥ്, ജയപ്രകാശ്, പ്രസന്നകുമാരി എന്നിവർ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ വള്ളംകളിയെ അപേക്ഷിച്ച് ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ പ്രഗത്ഭ ചുണ്ടൻ വള്ളങ്ങൾ കൂടി പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെ വെപ്പ് A, B, ഇരുട്ടുകുത്തി AB, അലങ്കാര വള്ളങ്ങൾ തുടങ്ങിയവ പങ്കെടുക്കുന്നതാണ്. വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്ടോബർ 1-ന് വൈകിട്ട് 5 മണി വരെയാണ്. 12-ൽ പരം വള്ളങ്ങൾ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത്. ജലോത്സവത്തോടനുബന്ധിച്ച് ഫിനിഷിംഗ് പോയിന്റിൽ നടത്തുന്ന കലാസന്ധ്യ പരിപാടി ഇന്നലെ മുതൽ ആരംഭിച്ചു. ജലോത്സവത്തിൻ്റെ തലേ ദിവസമായ ഒക്ടോബർ 2-ന് വ്യാഴാഴ്ച 4 മണി മുതൽ ഇടിയക്കടവ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ സാംസ്കാരിക ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടം തുറന്നുകൊടുത്തു. 40 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. മുൻ MP AM ഹാരിഫിന്റെ പ്രാദേശിക വികസന ഫണ്ടാണ് കെട്ടിട നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിനായി 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. മുഴങ്ങോടി പാലശ്ശേരി ലേഖ സതീഷ് ദമ്പതിമാർ പഞ്ചായത്തിന് നൽകിയ 8 സെന്റ് സ്ഥലത്ത് മുൻ MP AM ആരിഫിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വിനിയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം CR മഹേഷ് MLA നിർവഹിച്ചു. പുതിയ ഭരണസമിതിയുടെ നേതൃത്വം വന്നതിന് ശേഷം പല പദ്ധതികളും വളരെ വേഗത്തിലാക്കുവാനും പൂർത്തീകരിക്കുന്നതിനും ഒരു ജനപ്രതിനിധി എന്നുള്ള നേരത്തെയും പഞ്ചായത്ത് അംഗമായിരുന്നു. തൊടിയൂർ വിജയൻ നേരത്തെ പഞ്ചായത്ത് അംഗമായിരുന്നു. അങ്ങനെ അനുഭവ പരിചയമുള്ള ആളുകളുടെ ഒക്കെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ കാര്യക്ഷമമായ രീതിയിൽ വളരെ വേഗത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതും സന്തോഷമാണ്. പ്രവർത്തനങ്ങളെ കാര്യത്തിൽ നമുക്ക് ആർക്കും കക്ഷി രാഷ്ട്രീയമില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് പ്രധാനപ്പെട്ട പ്രശ്നം ഗ്രാമീണ റോഡുകളുടെ തകർച്ചയാണ്. പഞ്ചായത്ത് മെമ്പർമാർ എല്ലാം വല്ലാതെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരികയാണ്. ഇപ്പൊ ഏതായാലും പഞ്ചായത്ത് ഇലക്ഷൻ ആണ്. ചിലർ പറയുന്നുണ്ട് ഇപ്പൊ സുദീർഘകാലിക്കൽ സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നിൽക്കുന്നില്ലെന്നാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ സ്വാഗതം പറഞ്ഞു. വസ്തു ലഭിക്കാൻ പരിശ്രമിച്ച മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രനെ
MLA ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനിൽ എസ് കലേലി ഭാഗം, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി രാജീവ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷബ്ന ജവാദ്, കെ ശ്രീകല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുധീർ കാരിക്കൽ, സുനിത അശോക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നജീം മണ്ണേൽ, സിഒ കണ്ണൻ, തൊടിയൂർ വിജയകുമാർ, പുളിമൂട്ടിൽ ശുഭകുമാരി, കെ ധർമ്മദാസ്, ടി ഇന്ദ്രൻ, എൽ സുനിത, ജഗദമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് പ്രബോധിനി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ പ്രബോധിനി സാഹിത്യ പുരസ്കാരം M. മുകുന്ദന് സമ്മാനിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK മധു അവാർഡ് കൈമാറി. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും ഛായാചിത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് പ്രബോധിനി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ പ്രബോധിനി സാഹിത്യ പുരസ്കാരമാണ് M. മുകുന്ദന് സമ്മാനിച്ചത്. ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK മധു പുരസ്കാരം സമ്മാനിച്ചു. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പി അനി വരവിള രൂപകൽപ്പന ചെയ്ത ശില്പവും ചിത്രകാരൻ ലെനിൻ ബാല വരച്ച ഛായാചിത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. ചടങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് P. ദീപു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പുരസ്കാരം ലഭിച്ച കൃതിയെയും ഗ്രന്ഥകർത്താവിനെയും പരിചയപ്പെടുത്തി. പ്രബോധിനി ഗ്രന്ഥശാലയിലെ വായനക്കാരായ 24ഓളം വനിതകൾ ചേർന്ന് രചിച്ച അവൾ പൂക്കുന്ന ഇടം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും M. മുകുന്ദൻ നിർവഹിച്ചു. ആരും അങ്ങനെ പോവില്ല, പുസ്തകം അന്വേഷിച്ച് പോവില്ല, പുസ്തകം ഇങ്ങോട്ട് വരണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതാണ് പുസ്തകങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരണമെന്നുള്ള ഒരു ശാഠ്യം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഴുത്തുകാർ ശ്രദ്ധിക്കേണ്ടത് വായനക്കാരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അത് എഴുത്തുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും എഴുത്തുകാരെ ശ്രദ്ധിക്കുന്നില്ല. അതിനുള്ള ഒരു കാരണം, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഞാനന്ന് എഴുതുന്ന കാലം പോലെയല്ല ഇത്. അന്ന് ഞങ്ങളുടെ പുസ്തകങ്ങളൊക്കെ ഒരു പുസ്തകം അച്ചടിച്ചാൽ 1000 കോപ്പിയാണ് ആദ്യത്തെ. 1000 കോപ്പിയാണ് അടിക്കുക. അത് വിറ്റ് തീരാൻ 2 കൊല്ലമോ 1 കൊല്ലമോ 2 കൊല്ലമൊക്കെ വേണ്ടി വരും. ചിലപ്പോഴത് മുഴുവൻ വിറ്റ് തീരില്ല ഒരിക്കലും. അങ്ങനെയുള്ളൊരു കാലമായിരുന്നു. പക്ഷെ ഇന്ന് 10,000 കോപ്പിയൊക്കെയാണ് ഒറ്റയടിക്ക് അച്ചടിക്കുന്നത്. അത് 1 മാസം കൊണ്ടൊക്കെ വിറ്റ് തീരുകയാണ് 10,000 കോപ്പിയൊക്കെ. അങ്ങനെയുള്ളൊരു കാലമാണിത്. അപ്പോൾ അങ്ങനെ 1000 കോപ്പി വിൽക്കാൻ വേണ്ടി 2 കൊല്ലമൊക്കെ കാത്തിരുന്ന ആ കാലത്ത് നിന്ന് 1 മാസം കൊണ്ട് 10,000 കോപ്പികളൊക്കെ വിറ്റുപോകുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് മാർക്കറ്റിൻ്റെ അത്ഭുതകരമായൊരു സിദ്ധിയാണ്. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി M. സലീം, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ, സെക്രട്ടറി V. വിജയകുമാർ, കരയോഗം പ്രസിഡന്റ് ഋഷീന്ദ്രൻ, ആർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് ചന്ദ്രകുമാർ, ഗ്രന്ഥശാല സെക്രട്ടറി നേഹ വിനീത, ലൈബ്രറിയൻ ശിവചന്ദ്രൻ, ബിജി ബാനർജി, ഗിമിജ, സ്മിത, ഉണ്ണിക്കുട്ടൻ, നന്ദുലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. നവരാത്രിയുടെ ഭാഗമായി ദുർഗാഷ്ടമി ആഘോഷം. സംസ്ഥാനത്ത് പുസ്തകങ്ങൾ പൂജ വെച്ചു. ബുധനാഴ്ചയാണ് ആയുധപൂജ, വ്യാഴാഴ്ച വിദ്യാരംഭം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. 1 പവൻ സ്വർണത്തിന്റെ വില 86,760 രൂപ, പവന് 1,040 രൂപ വർദ്ധിച്ചു. ഗ്രാമിന്റെ വില 10,845 രൂപയായി. അഷ്ടമുടിക്കായൽ തീര സംരക്ഷണം. പേരയത്ത് കണ്ടൽവനം പദ്ധതിക്ക് തുടക്കം. ഗ്രാമപഞ്ചായത്തും ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കല്ലട ജലോത്സവം ഒക്ടോബർ 3-ന്. സാംസ്കാരിക ഘോഷയാത്ര ഒക്ടോബർ 2-ന്. കേരളത്തിലെ പ്രഗത്ഭ ചുണ്ടൻ വള്ളങ്ങൾ ജലമേളയിൽ പങ്കെടുക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.